പറയത്തില്ല. കാരണം എന്താ അറിയോ? പറഞ്ഞാൽ അതിന് പ്രത്യേക ശിക്ഷയാണ്, നരകശിക്ഷയാണ്. അപ്പം സയ്യിദ് കുതുബ് പറയുകയാണ്, സമ്പാദിക്കാൻ വേണ്ടി തൊഴിലെടുത്ത് ഊർജമെല്ലാം നഷ്ടപ്പെടുത്തുന്ന സ്ത്രീക്ക് ഒരിക്കലും വീടിന് ശുദ്ധവും മധുരവുമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുവാനാവില്ല. മൂന്നാമത്തെ പോലെ ആവാജ് 4, തന്റെ കുഞ്ഞുങ്ങളോട് ഉള്ള കടമ നിറവേറ്റാൻ അവൾക്കാവില്ല. പുറത്തു പോയാൽ തന്റെ കുഞ്ഞുങ്ങളോടുള്ള കടമ നിറവേറ്റാൻ അവൾക്കാവില്ല. 5, ഉദ്യോഗസ്ഥകളായ വനിതകൾ ഭരിക്കുന്ന വീടുകളുടെ അന്തരീക്ഷം ഹോട്ടലുകളുടെയും വിശ്രമ കേന്ദ്രങ്ങളുടെയും പോലെ ഇരിക്കും. ഗ്രഹാന്തരീക്ഷത്തിന്റെ സുഗന്ധം അവിടെ ഉണ്ടായിരിക്കുകയില്ല. എന്തോ ഒരു വ്യാഖ്യാനം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ മുസ്ലിം സ്ത്രീകളെ പുറത്തിറങ്ങാൻ സമയം. നമ്മൾ കണ്ടില്ല, പണ്ട് ഒരു അവാർഡ് ദാന ചടങ്ങിൽ ഇവിടെ പെൺകുട്ടി സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേന് ആ പെൺകുട്ടിയെ ചീറ്റുന്നതും ശാസിക്കുന്നതും എന്തൊക്കെയോ നമ്മൾ കണ്ടില്ലേ. നമുക്ക് ഈ പണ്ഡിതന്മാരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? നിങ്ങൾ പറ. ഇങ്ങനെയുള്ള പ്രമാണം ഇതിവിടെ എഴുതി വെച്ചിരിക്കുക, അവരത് അനുവർത്തിക്കണ്ടേ? അവരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഇവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും അവരും ഇവരെല്ലാം കൂടെ പാവപ്പെട്ട മതപണ്ഡിതന്മാരുടെ നേരെ കുതിര കയറിയില്ലേ? അവരെന്ത് ചെയ്യും? പിന്നെ ഈ പ്രമാണം ഇപ്പൊ നമുക്കിപ്പം ബൈബിളിൽ പ്രമാണം നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർ പ്രാർത്ഥിക്കണം എന്നിത്യാദി കുറെ പ്രാക്ടിക്കലായ കാര്യങ്ങൾ മുഴുവനും കർത്താവ് നൽകിയിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് പ്രയോഗിക്കണ്ടേ? അപ്പൊ നമ്മളത് കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്ന നമ്മളെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? ഈ മതപണ്ഡിതന്മാര് തങ്ങളുടെ ഇരിക്കുന്ന വേദിയിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നപ്പോൾ അവളെ ശാസിച്ച കൊണ്ടുവന്ന സംഘാടകരെയും പേരൻസിനെയൊക്കെ ശാസിച്ചപ്പോൾ ഇവിടെ കിടന്ന് ഇളകരുത്. കാരണം എന്താണ്? അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആറാമത്തല്ല ഞാൻ വായിച്ചത്. തൊഴിലിനും ഉദ്യോഗത്തിനും വേണ്ടി സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന സ്ത്രീ കുടുംബാന്തരീക്ഷത്തിന് ക്ഷീണവും ആലസ്യവും അസ്വാസ്ഥ്യവും മാത്രമേ സംഭാവന ചെയ്യുകയുള്ളൂ. കണ്ടോ? തൊഴിലിനും ഉദ്യോഗത്തിനും വേണ്ടി സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന സ്ത്രീ തൊഴിൽ ചെയ്യാൻ പാടില്ല, ഉദ്യോഗത്തിന് പോകരുത്, പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് പോകരുത്, കോളേജിൽ പോകരുത്. ഇതൊക്കെ മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കുക. ഇവിടെ മുസ്ലിം പുരുഷന്മാരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം വീട്ടിൽ ചെന്ന് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ TC വാങ്ങിക്കുക. സ്കൂളിൽ ചെന്ന് അധ്യാപകരോട് പറയുക, എന്റെ കുഞ്ഞ് തൊട്ട് വരുന്നില്ല, അള്ളാഹയുടെ ദീന് ഈ കാബറുകളെന്ന് ഞങ്ങൾ വിളിക്കുന്ന, അല്ലെങ്കിൽ വേദക്കാരെന്ന് ഞങ്ങൾ പറയുന്ന ഈ അപ്പോളോസിൽ വായിച്ചു കേട്ടിരിക്കുന്ന, ഞങ്ങൾക്ക് മതബോധം ഉള്ളിൽ ഉദിച്ചു, ഞങ്ങളുടെ തലയിൽ സൂര്യൻ ഉദിച്ചു, പ്രകാശം ലഭിച്ചു, അതുകൊണ്ട് എന്റെ കുട്ടിയെ ഞാൻ പുറയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് TC വാങ്ങി വീട്ടിൽ കൊണ്ടുപോകണം. ഉണ്ടോ? അപ്പൊ പുറത്തു പോകാൻ പാടില്ല. ഇനി 7ാമത്തെ പോയിന്റ് കേട്ടോ, സ്ത്രീകൾ പുറത്തു പോകുന്നത് ഒന്നുകിൽ, ഇനി കേട്ടണം, ഒന്നുകിൽ അങ്ങാടി തെണ്ടാനാകും. സ്ത്രീകൾ പുറത്തു പോകുന്ന ഒന്നുകിൽ അങ്ങാടി തെരുവ് തെണ്ടാനാകുമെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ വിനോദ കാര്യങ്ങൾക്കാകാം, ക്ലബുകളിലും റെസ്റ്റോറന്റുകളിലും നേരം കൊല്ലാനാകാം. ഏതായാലും മനുഷ്യനെ മൃഗീയതയുടെ ചെളുക്കുണ്ടിൽ വീഴ്ത്തുന്ന തലതിരിഞ്ഞ ഈ പുറത്തുപോക്ക് അത്തരം പ്രവണതകളാണെന്നതിൽ സംശയമില്ല. ഒരുപാട് കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ 7 പോയിന്റ് ഇവിടെ വായിച്ചത്. എങ്ങനെയുണ്ട്? അപ്പം ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുസ്ലിം പെൺകുട്ടികൾക്ക് പുറത്തു പോകാൻ കഴിയും, വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയും? ഇത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ അവർ ചെയ്യുന്നത്. നമ്മളിപ്പോ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന് പറയുന്ന മതഭീകര സംഘടനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരുടെ നേരെ കുതിര കയറിട്ട് കഥയൊന്നുമില്ല. അവരിത് പ്രമാണം അനുസരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇസ്ലാമിക പ്രമാണം പഠിക്കണം. കുറെ കൂടെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പള്ളി തുറന്നു കൊടുക്കണം, അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണം, അവർക്ക് മറ മാറ്റി കൊടുക്കണം എന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ പറയുമ്പോൾ അവർക്ക് ചിരിയാ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കൂടെ. ഞങ്ങളിപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സ്ത്രീകളുടെ സാന്നിധ്യം ഇസ്ലാമിക പുരുഷനിൽ ലൈംഗിക അഭിനിവേശം ഉണർത്തുന്നത് കൊണ്ട് അവരെ പർദ്ദ ഇടിക്കണം എന്നാണ്. അതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പൊതുനിരത്തിൽ ഇറക്കാറില്ല. ഈ അങ്ങ് പറഞ്ഞതൊക്കെ തന്നെ. ഞങ്ങൾ വേറൊരു വിഷയം കൂടെ പുതുതായിട്ട് കൊണ്ടുവന്നു. ഇത് ആൺകുട്ടികൾക്കും ഇത് ബാധകമാകുന്നു. അതും സമ്പന്ന കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് ബാധകമാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ സദസ്സിൽ ഒരു ബാലൻ കടന്നു വന്നു. ഒരു പയ്യനുമായിട്ട്. ഇത് നിന്റെ ആരാണെന്ന് ആഗതനോട് ചോദിച്ചു. സഹോദരപുത്രൻ. അദ്ദേഹം, നീ ഒരിക്കലും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇവനെ കൂട്ടി അനാവശ്യ സഞ്ചാരം നടത്തരുത്, അറിയാത്തവർ നിന്നെ തെറ്റിദ്ധരിക്കും. ഇസ്ലാമിക് സെക്സ്, പേജ് 264. അനുബന്ധം, സുഫിയാനോ സൗരി ബ്രാക്കറ്റിൽ ഒളിപ്പുരയിലേക്ക് കയറി ചെന്നപ്പോൾ മുഖഭംഗിയുള്ള ഒരു ബാലനെ കണ്ടു.
അദ്ദേഹം പറഞ്ഞു, ഇവനെ പുറത്താക്കൂ. ഞാൻ ഒരു സ്ത്രീയോടൊപ്പം ഓരോ പിശാചിനെ ദർശിക്കുന്നു. ബാലന്മാരോടൊപ്പം 10 പിശാചുക്കളെയും. അനസുബ്നു ദഗ്ബാൻ, അത് പുതിയൊരു റായാണ്, മൂന്നാമതൊരു റാ. നിങ്ങൾ ധനിക ബാലന്മാരോടൊപ്പം സഹവസിക്കരുത്, കാരണം സ്ത്രീ സദൃശ ഭംഗിയുള്ളവരായിരിക്കും അവർ. ചിലപ്പോൾ സ്ത്രീകളെക്കാൾ നാശം വിതയ്ക്കാൻ ഇവർ ഇടയാക്കുകയും ചെയ്യും. അപ്പൊ ഇത്രേ ഉള്ള സംഭവം. അപ്പൊ ഇസ്ലാമിലെ ഈ ചാന്തുപൊട്ട് പയ്യന്മാർക്ക് പർദ്ദ വേണ്ടേന്നാ ചോദ്യം. കാരണം ഇമാമുമാർക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ സ്ത്രീകൾക്കെന്നാണ് ഇവർക്കും വേണ്ടേ പർദ്ദ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതും കൂടെ ചേർത്തെന്ന് പറയാമോ? ആൺകുട്ടി സ്വർഗത്തിലെ കോപ്പ കൊണ്ട് നടക്കുന്ന പയ്യന്മാരുണ്ട്, ഈ ടൈപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ പർദ്ദ? ഓക്കെ തീർച്ചയായിട്ടും ആൺകുട്ടികൾക്ക് വേണം. കാരണം എന്തറിയോ, ഈ ആൺകുട്ടികളെ കണ്ടാൽ, സുന്ദരന്മാരെ ആൺകുട്ടികളെ കണ്ടാൽ ഇവരുടെ വികാരം പൊട്ടി ഒലിക്കാനായിട്ട് സാധ്യതയുണ്ട്. മുമ്പേ പറഞ്ഞതായ ആ വിഷയം നീ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചതിന്റെ കാരണം അത് യൂസഫ് സൂറ വായിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായതാണ്. യൂസഫിനോട് എങ്ങനെയാ പെണ്ണുങ്ങൾ കാണിച്ചത്? യൂസഫ് എന്ന് പറയുന്നതായ സൗന്ദര്യതാപം അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേന് ഈ പെണ്ണുങ്ങള് യൂസഫിനെ പ്രാപിക്കാനായിട്ട് ഓടിച്ചെല്ലുക. ഒരുത്തി യൂസഫ് പാർക്കുന്ന പുരയിലെ പെണ്ണെന്നാ. അവള് സൂറത്ത് യൂസഫ് 23 പാസ്റ്റർ പറഞ്ഞതിനൊക്കെ മറുപടിയാണ്. പുരയിലെ പെണ്ണ് അയാളെ വശീകരിക്കാൻ ശ്രമിച്ചു. വാതിലുകൾ അടച്ച് അവൾ പറഞ്ഞു, വരൂ. അവൻ പറഞ്ഞു, അള്ളാഹു ശരണം, ഞാനാണ് അവന്റെ നാഥൻ, അവൻ എനിക്ക് നല്ല സ്ഥാനം നൽകിയിരിക്കുന്നു, അതിക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഇത് ഇസ്ലാമിക പെണ്ണുങ്ങളുടെ പർദ്ദയ്ക്ക് കൊടുക്കുന്ന കനത്ത പ്രഹരമാണ് പാസ്റ്റർ. കാരണം പുരുഷന്മാരുടെ ശരീരവും പർദ്ദയിട്ട് മൂടേണ്ടതായ സ്ഥിതിയാണ്. കാരണം ഖുറാനിൽ എങ്കും തന്നെ ഒരു സ്ത്രീയെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് ശ്രമിച്ചില്ല. മുഹമ്മദ് വഴിയിലൂടെ പോയപ്പോൾ കണ്ടതായ സ്ത്രീയോടുള്ള ആസക്തിയുടെ ഒരു ശമനം വേറൊരു മാർഗം സ്വീകരിച്ചു എന്നല്ലാതെ ഇങ്ങനെ പ്രാപിക്കാൻ പോലില്ല. ഈ പുസ്തകത്തിനകത്ത് ഖുറാനിക ആയത്തുകളിൽ എങ്ങും തന്നെ ഒരു സ്ത്രീയെ പ്രാപിക്കാനായിട്ട് ഇങ്ങനെ പരാക്രമം കാണിക്കുന്നില്ല, മറിച്ച് ഒരു പുരുഷനെ പ്രാപിക്കുക. അതുകൊണ്ടാണ് ഈ വേദികളിലൊക്കെ പിള്ളേർ വരരുത്, ആൺപിള്ളേർ വരരുത് പറയും. ഇവരുടെ ദൃഷ്ടി ഇതാണ്. ഇവർ ഈ ആയത്ത് ഇത് വായിച്ച് ഗിബിലേക്ക് നോക്കി 4 പ്രാവശ്യം നിസ്കരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്തുവാ? യൂസഫ് നബിയുടെ രൂപം, യൂസഫ് നബിയുടെ തിളക്കം, ആ പ്രകൃതിയിലേക്ക് സ്ത്രീ ആകൃഷ്ടയാകുന്നതായ കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഇരുവരും വാതിൽക്കലേക്ക് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത്. സാധാരണ രീതിയിലെ ബലാത്സംഗം ചെയ്യാനായിട്ട് പുരുഷന്മാർ സ്ത്രീകളുടെ പുറകെ ഓടുന്ന ആള് ആ പെൺകുട്ടിയെ ഓടിച്ചു, അവളെ ഓടിച്ചിട്ട് പിടിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ കഥയിലും കവിത നോവലിലും മറ്റുമൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ. പക്ഷെ ഇവിടെ യൂസഫ് നബിയുടെ പുറകെ ഓടുകയാണ് ഈ സ്ത്രീ. ഈ വാതിലേക്ക് ഓടി. അവൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുപ്പായം വലിച്ചു കീറി. യൂസഫ് നബിയുടെ തുണി വലിച്ചു കീറിയെന്ന് ഈ പെണ്ണ്, ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ മണങ്കുണാക്കൻ എവിടെയായിരുന്നു? ഒരു നബിയെ പിച്ച് ചീന്താനായിട്ട്. പക്ഷേ ഇത് വേറൊരു കാര്യം, ഇത് വല്ല മുഹമ്മദിന്റെ അടുത്തായിരിക്കണമായിരുന്നു സംഗതി. ആകപ്പാടെ ക്ലൈമാക്സ് മാറിയനെ. അത് വേറെ വിഷയം. അതാണ് ഞാൻ പണ്ടത് പറഞ്ഞത്. മുഹമ്മദിന്റെ കാലം വന്നപ്പോഴത്തേന് അള്ളാഹു പ്രായം ചെന്ന വൃദ്ധനായി, അള്ളാഹുവിന് പകതിരിവില്ലാതായി. അപ്പൊ ഇവിടെ ഈ ഹീനമായ പാപം ചെയ്യാനായിട്ട് യൂസഫ് നബി അനുവദിക്കാതെ കണ്ടപ്പോഴി ഓടിപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും മുഹമ്മദിന്റെ കാലം പോയതിനും കണ്ട പെണ്ണുങ്ങളെ മുഴുവനെയും കൊണ്ടുവന്ന് തിരുമുൽ കാഴ്ച ഈ മുഹമ്മദിന്റെ പടിക്കൽ കൊണ്ടുവെക്കുക. അപ്പൊ എന്ത് പറ്റി? ഈ യൂസഫ് നബിയുടെയും മുഹമ്മദിന്റെയും കൂടെ കാലദൈർഘ്യം, അത്രയും കാലദൈർഘ്യത്തിലൂടെ അള്ളാഹുവിന് വന്ന വ്യതിയാനങ്ങൾ, വ്യതിരക്തതകൾ, അല്ലെങ്കിൽ പ്രകൃതിക്ക് വന്നതായ വ്യതിയാനങ്ങൾ നമ്മൾ കാണുന്നത്. വൃദ്ധനായി കിഴവനായി എന്നുള്ള തെളിവാണത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഇരുവരും വാതിലേക്ക് ഓടി യൂസഫ് നബിയുടെ തുണി വലിച്ചു കീറിയെന്ന്. ഒരു നബിയുടെ തുണി ഒരു സ്ത്രീ വലിച്ചു കീറിയെന്ന നാണം കെട്ട പരിപാടിയല്ലേ അത്? ഉലകത്തിലെ നബിമാരെല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ സമന്മാരാണെന്നും അവർ പാപവിഹീനരാണെന്നും അവർ പരിശുദ്ധന്മാരാണെന്നും അവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകും, മരിച്ചു കഴിഞ്ഞാല് നബിമാരുടെ മൃതശരീരം അഴുകുക പോലും ഇല്ലെന്നൊക്കെ ഇവരെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു യൂസഫ് നബിയുടെ ഓടിച്ചിട്ട് പിടിച്ച് തുണി കീറിയില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ളതായ പ്രകൃതി കുട്ടികളിൽ ഉണ്ടാകും, കുട്ടികൾ പ്രവേശിച്ചാൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ കുട്ടിയെ തടഞ്ഞത്, വരരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായി? അവർക്ക് പ്രമാണമുണ്ട്, മുന്നിൽ പ്രമാണമുണ്ട്. നമ്മുടെ കർത്താവ് ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായവിധി ഉണ്ടാകും, സൂക്ഷിജീവിക്കണമെന്നാണ്. അപ്പൊ യൂസഫ് നബി ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഒരു ബാലം വരുമ്പോഴത്തേന് കാമാസക്തി ഉണ്ടാകും മൗലവിക്ക്. അതുകൊണ്ട് ഇനി മറ്റൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ചില വർഷങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിലെ 2.5 വയസ്സുകാരനെ 2.5 വയസ്സുകാരൻ ഒരു ആൺകുട്ടിയെ 23 വയസ്സുകാരി, ഞാൻ വായിച്ചു കേൾപ്പിക്കാം, പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു. ഇതൊക്കെ കൊണ്ടാ ചെറുക്കന്മാര് വരരുത് പറഞ്ഞു. അപ്പൊ ഇവര് നമ്മൾ
ഉദ്ദേശിക്കുന്ന ടീമല്ല. ഞാൻ വായിക്കാം. പയ്യന്നൂർ 2.5 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ആയെ അറസ്റ്റ് ചെയ്തു. രാമന്തളി കുരിശുമുക്കിലെ ലൈമയെ 23 പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവം പുറത്തറിയുന്നത്. രാമന്തളിക്കടുത്ത് ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു സംഭവം. സർക്കാർ ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾ കുട്ടിയെ നോക്കുവാൻ 1 മാസം മുമ്പാണ് ആയെ ഏൽപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ അമ്മ വീട്ടിലെത്തിയപ്പോൾ പിഞ്ചു കുഞ്ഞു മൂത്രം ഒഴിക്കാനാവാതെ കരയുകയായിരുന്നു. ചുണ്ടിലുൾപ്പെടെ ദേഹമാസകലം മുറിവേറ്റ നിലയിലായിരുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നഖക്ഷതങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് പയ്യന്നൂരിലെ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് വീട്ടുകാർ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. SI ഷാജി പട്ടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലൈമയെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണത്രേ യുവതി നൽകിയത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കേരള കൗമുദി. മനസ്സിലായോ? അപ്പം ഈ 2.5 വയസ്സുകാരനെ പീഡിപ്പിച്ചു. അപ്പം പാസ് മുമ്പേ പറഞ്ഞിടക്കെ ഇത്തരത്തിലുള്ളതായ ഓമനക്കുട്ടന്മാരെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാൽ ഇതാണ്, അവർക്ക് പൊട്ടിയൊഴുകും, അവർക്ക് ആസക്തി ഉണ്ടാകും. സ്ത്രീയോട് ചെറുപ്പക്കാരോട് സ്ത്രീകൾക്കും ഉണ്ടാകും താല്പര്യം, അതുപോലെ തന്നെ കിഴവന്മാർക്കും ഉണ്ടാകും താല്പര്യം. അപ്പൊ സ്ത്രീ പുരുഷ ശ്രൈണ വ്യത്യാസമില്ലാതെ ഇവർക്ക് ഇത്തരത്തിലുള്ളതായ ആളുകളോട് തോന്നുന്ന ഒരു തരം പ്രത്യേക ആസക്തിയാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ ചെയ്യാനുള്ള പ്രാക്ടിക്കലായിട്ട് ഇവർ ചെയ്യേണ്ട ഒരു മാർഗം ഇതുങ്ങളെ പുറത്തിറക്കാതിരിക്കും. ഒന്ന്, സ്ത്രീകളെ പുറത്തിറക്കാൻ, വിദ്യാഭ്യാസം ചെയ്യാനും ഈ നഴ്സറിയിൽ പോലും വിടരുത്, അംഗൻവാടിയിലൊന്നും ഇവരെ വിടരുത്. ജനിക്കുമ്പോഴേ ഇതുങ്ങളെ പെൺകുട്ടികളെ പുറത്ത് വിടരുത്, അകത്ത് പർദ്ദയ്ക്കകത്ത് ആൺപിള്ളേർക്കും പർദ്ദ ഇടുക. അതാണ് ഇവർ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ സാൻമാർഗികമായ ബോധം ഇവിടെ നിലനിൽക്കുക, അസാൻമാർഗത്തിലേക്ക് പോകത്തില്ല, ഇത്തരത്തിലുള്ളതായ ദോഷൈക പ്രവൃത്തികൾ ഇവിടെ ഉണ്ടാകത്തില്ല. പുരുഷന്മാർക്കും പർദ്ദ ഇടണം. കാരണം അതിന് തെളിവാണ് യൂസഫ് നബിയുടെ പിന്നാലെ പെണ്ണ് പാഞ്ഞത്. 2 ഞാനീ പറഞ്ഞതായ സംഭവം, 3 പാസ് പറഞ്ഞതായ സംഭവം. ആ ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സ്ഥിതി? അപ്പൊ ഇവരുടെ അടുത്തൊക്കെ നിൽക്കുന്ന കുട്ടികളെ സൂക്ഷിക്കണം. അപ്പൊ ഇത്തരക്കാരുടെ അടുക്കൽ ട്യൂഷൻ പഠിപ്പിക്കാൻ വിടുന്ന ആളുകൾ, അധ്യാപക ശ്രേഷ്ഠ പഠനത്തിനായിട്ട് വിടുന്ന കുട്ടികളുടെ പേരൻസുകളെല്ലാം ജാഗ്രത, കാരണം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ 2 കാര്യം പ്രായോഗികമായിട്ട് ചെയ്യണം. ഒന്ന്, പെൺകുട്ടികളെ വീടിന് പുറത്തിറക്കരുത്, സ്കൂളിൽ വിടരുത്, കോളേജിൽ വിടരുത്, ഉദ്യോഗത്തിൽ വിടരുത്. ഞാൻ കണ്ട 7 പോയിന്റ് കുതുബിന്റെ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പറഞ്ഞോ, ഉദ്യോഗം തേടി പുറത്തു പോകരുത് ഒരു കാരണവശാലും. അത് സമൂഹത്തെ മ്ലേച്ഛമായ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മനുഷ്യനെ മൃഗീയതയുടെ ചെളിക്കുണ്ടിൽ വീഴ്ത്തുന്ന തലതിരിഞ്ഞ പ്രവണതകളാണ് സ്ത്രീ പുറത്തു പോയാൽ എന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ത്രീയെ പുറത്തു വിടാതിരിക്കുക. പുരുഷന്മാർ, പ്രത്യേകിച്ച് യൗവനക്കാർ, യോസഫ് നബിയെ പോലെയുള്ളവര്, ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികള്, ആൺകുഞ്ഞുങ്ങളെയും പർദ്ദ ധരിപ്പിക്കുക. ഇനി കിഴവന്റെ കാര്യം എനിക്കറിയത്തില്ല, ഏതെങ്കിലും തൈക്കിഴവനെ കണ്ട ഇവർക്ക് ഡിങ്കോലാഭി ആകുമോ എന്നുള്ള കാര്യം അതും പരിശോധിക്കേണ്ട വിഷയം. ഏതായാലും പുരുഷന്മാർക്ക് ഈ പർദ്ദ അത്യാവശ്യമാണെന്നാണ് ഈ ഖുറാനിക വായനയിലൂടെ, ഈ പുസ്തക വായനയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല ചാക്കോ പാസ്റ്ററെ, അപ്പൊ പറഞ്ഞ മാസ്റ്റർ വേറൊരു വിഷയങ്ങളുള്ളതാ. ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം, അവർക്ക് ഈ പുരുഷന്റെ സൗന്ദര്യമോ അങ്ങനെ ഈ ദർശനത്തിലൊന്നും വലിയ താല്പര്യരല്ലല്ലോ, പുരുഷന് തിരിച്ചും. എന്നാല് സ്ത്രീകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് മുഖസൗന്ദര്യത്തെക്കാൾ അധികം ആകാരപടിവും ഒക്കെ അല്ലേ. ഇപ്പൊ അക്തർ, ഇങ്ങനെയൊക്കെയുള്ള പുരുഷന്മാരുണ്ടല്ലോ, ക്രിക്കറ്റ്, നമ്മുടെ വിനായകൻ, ഇങ്ങനെയൊക്കെയുള്ള നടന്മാരോട് താല്പര്യമുള്ള സ്ത്രീകളുണ്ട്. അത്ലറ്റുകൾ പ്രധാനം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി അതൊക്കെ വിടും. മമ്മൂട്ടിയൊക്കെ തന്നെ എടുത്തോ, ഈ സെലിബ്രിറ്റികളെ എടുക്കാം. പിന്നെ ഈ മുതല് ഇവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ മമ്മൂട്ടിയൊക്കെ പർദ്ദയിട്ട് അഭിനയിക്കണമല്ലോ, സ്ത്രീകൾക്ക് ഇങ്ങനെ തോന്നിയ. ഓട്ടക്കാർ, അത്ലറ്റിനൊക്കെ അത്തരം ആൾക്കാർ ഇസ്ലാമിക രാജ്യത്തോട് ഓടേണ്ടി വരുമ്പം പുരുഷനും ഇതിട്ട് ഓടണമല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പർദ്ദയിട്ട് സിനിമ അഭിനയിക്കണം. അപ്പൊ നായകനും പർദ്ദ, നായികയ്ക്കും പർദ്ദ, ചെന്നിരിക്കുന്നത് നമുക്കും പർദ്ദ. നല്ലതായിരിക്കും ആ സിനിമ ഒക്കെ കാണാൻ. അത് ഞാനിങ്ങനെ ഭാവനയിൽ ഓർക്കുകയായിരുന്നു, ആ രംഗം ഇങ്ങനെ ഓർക്കുകയായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഒരു കലയും സംസ്കാരവും ഈ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവൻ പർദ്ദയ്ക്കുള്ളിലാക്കണം. അപ്പം പാൻ ഇസ്ലാമിക് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ലോകത്തെ മുഴുവൻ പർദ്ദയ്ക്കുള്ളിലേക്കാക്കാനാണെങ്കിൽ അത് കൊള്ളാം. പിന്നെ മനുഷ്യന് വേറെ ഇതര കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോ ഈ യൂസഫ് നബിക്ക് ഏവിയെ കണ്ടൊരു സ്ത്രീക്ക് തോന്നിയെങ്കിൽ ആ ചിന്ത അവളിൽ അങ്കുരിപ്പിച്ച ഇതേ വേടാ ഞാൻ തിരിച്ചു പറയുന്നത്. പുരുഷനോടൊപ്പം സ്ത്രീയോടൊപ്പം ഒരു പിശാചെങ്കിൽ ആൺകുട്ടിയോടൊപ്പം 10 പിശാച് കാണുമെന്ന് പറഞ്ഞ പോലെ
ഈ നബിയോടൊപ്പം പിശാച് കാണും ഈ പറഞ്ഞനുസരിച്ച്, അല്ലെ പിന്നെ ഈ ചിന്ത വരുമോ? അപ്പൊ ഈ എത്ര എന്താ പറയുന്നത്, പ്രാകൃതമാണ് ഈ ചിന്തിച്ചു വെക്കുന്നതെന്ന് പറയാനാണ് ഞാൻ അതൊന്നും ഇടയ്ക്ക് സൂചിപ്പിച്ചത്. അത് കൂട്ടി പറഞ്ഞാട്ടെ. അല്ല അത് അല്ല ഞാൻ ചക്കപ്പാസ്റ്റർ ഒരു പറഞ്ഞു കാര്യം ചേർത്ത് പറഞ്ഞു. ചക്കപ്പാസ്റ്റർ ഇവിടെ ഈ പിന്നെ സ്ത്രീയോടൊപ്പം ഒരു പിശാചും ഈ കുട്ടിയോടൊപ്പം ആൺകുട്ടി, ഇച്ചിരി സൗന്ദര്യമുള്ള ഒരു ആൺകുട്ടിയോടൊപ്പം 10 എന്നാ പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇവര് ഈ എന്നാ പറയുന്നേ, ഈ സ്ത്രീകളോടുള്ള ഇവരുടെ അധിക്ഷേപത്തെക്കാൾ കൂടുതൽ ഇവരുടെ ഇതിനുള്ള സാധ്യത ഈ കുട്ടികളുടെ അടുത്തായിരിക്കില്ലേ ചാക്കോ പാസ്റ്ററെ? നിങ്ങള് നമ്മളിപ്പോ പിന്നെ നിങ്ങൾ ആരെങ്കിലും മലബാറിലെങ്ങാനും താമസക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ശുപാർശ ചെയ്യാം, മലബാറിലെ പത്രങ്ങളൊന്ന് കണ്ണോടിക്കുക. പ്രത്യേകിച്ച് തേജസ്, അതുപോലെ തന്നെ മാധ്യമം, മറ്റു മുഖ്യധാര പത്രങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ താങ്കൾ പറഞ്ഞതിന്റെ ഉത്തരം അതിനകത്ത് കിടന്നുണ്ട്. അവിടെ മിക്കപ്പോഴും വരും ഈ കൊച്ചു പിള്ളേരെ പീഡിപ്പിച്ച വിഷയം. ഈ എന്താണ് 60-90 കഴിഞ്ഞാൽ സൈക്കിളിൽ വിട്ട കൊച്ചു പിള്ളേരെ അത് പിടിച്ചുകൊണ്ട് ഇതിപ്പോ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അത് അവിടെ ഒരു നിത്യ സംഭവം. എന്നിട്ട് അവര് പറയുന്നത് എന്താണെന്നറിയോ? അവരെന്നിട്ട് ഈ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റൊക്കെ ഉണ്ട്. അവര് പറയുന്നത് നമ്മുടെ സമുദായത്തിൽ വന്നതാ ഈ കാര്യം, നിങ്ങൾ ദയവ് ചെയ്ത് നാട്ടുകാരെ അറിയിക്കാതെ. എന്നുവെച്ചാല് 85 വയസ്സുള്ള ഒരു കിഴവനെ 10 വയസ്സുള്ള ആങ്കൊച്ചനെ സ്വർഗബോധത്തിന് വിധേയപ്പെടുത്തി ചെറുക്കൻ്റെ വീട്ടുകാരറിഞ്ഞ് അവര് വന്ന് ഇവന്റെ ഊശാന്താടിക്ക് പിടിച്ച് കുരിച്ചു നിർത്തി മുട്ടുകാലി കയറ്റുക, അങ്ങനെയൊക്കെ പല സംഭവം ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഇതിനകത്ത് മതഭക്തരായ കുറെ യുവാക്കളുണ്ട്. അവർ പറയാ എങ്കിലും അങ്ങനെ പരസ്യമാക്കരുത് ഈ വിഷയം, കാരണം നമ്മുടെ സമുദായത്തിന് ഹാനിയാണ്. എന്ന് വെച്ചാല് ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഈ ഊശാന്താടിക്കാരൻ കിഴവന്റെ ഈ പരിപാടിയെ കണ്ണടച്ചു കൊടുക്കണമെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് വടക്കം മലബാറിലൊക്കെ ഉള്ളതായ പത്രങ്ങൾ ഈ സംഭവങ്ങൾ തികച്ചും എന്താണ് ദൈനംദിനം എന്നോണം സംഭവം വരുന്നുണ്ട്. അവരുടെ ഇടയിൽ ഇതൊരു സാർവത്രികമാണ്. ഞാൻ കുറെ നാളുകൾ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു, എനിക്കത് അറിയാൻ നിരവധി ദിവസമുണ്ട്. ഞാനത് പറയുന്നു, ഇതൊന്നും നമുക്ക് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല സഹോദരന്മാരെ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിത് പൗലോസ് പറയുന്നുണ്ട് ആണോടാണ് അവലക്ഷണം കാണിച്ചെന്ന്. ഹോമോസെക്സ്വാലിറ്റിയെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്, ബൈബിളിലുണ്ട് ലോകത്തിന്റെ കാലത്ത്. നമ്മളിതൊക്കെ അറപ്പും വെറുപ്പോടും കൂടിയല്ലേ ഇത് വായിക്കും. ഇതൊക്കെ ഇന്നൊരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഇവരെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്കത് എങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയും? നമുക്കത് എങ്ങനെ വിശദീകരിക്കാനായിട്ട് കഴിയും? ഇതൊരു മ്ലേച്ഛ അല്ലെങ്കിൽ നാറുന്ന ഹീനമായ ഗന്ധം വമിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ കാണുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ ഈ പരിപാടി ഈ ചടങ്ങ് നിർവഹിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. അതിന്റെ വേദിയാണ് ഈ പറഞ്ഞതായ സ്ഥലം എന്ന് പറയുന്നത്. മനസ്സിലായോ? 2 വയസ്സ് 3 വയസ്സുള്ളപ്പോ പട്ടത്തൊപ്പി വെച്ച് മദ്രസയിലേക്ക് പോകുന്ന ആ ചടങ്ങില് ഈ പരിപാടി നടക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് പാസ്റ്റർ പറഞ്ഞല്ലോ, ഈ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ പറഞ്ഞരിപ്പിക്കണമെന്ന്. എന്തുകൊണ്ട് അവരെ എല്ലാം കയറും, അവരെ അല്ലെങ്കിൽ ആക്രമിക്കും, അല്ലെങ്കിൽ ഈ പൊതുവേദികളിലെ ഇവര് ഇതിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് നമ്മുടെ കേരളമായതുകൊണ്ടും ഈ എല്ലാ സമുദായങ്ങളും കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടും ഒക്കെ ഇവർ പിടിച്ചു നിൽക്കുക പാസ്റ്ററെ. ഇല്ലെങ്കിൽ ഇവർ ആക്രാന്തം കാണിക്കും, നമ്മളെ പ്രതിയാണ് ഇവര്. മറ്റു മേഖലയിലൊക്കെ ഇവർ നടത്തുന്നുണ്ട് ഇത്. അപ്പം കാലക്രമേണ ഇവരിത് ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഈ മതത്തിന്റെ അകത്ത് കിടക്കുന്നതായ നാറ്റ കേസുകെട്ടുകളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പൊ ഇത്രയും നാറ്റ കേസ് ഇതിനകത്ത് കിടക്കുമ്പോഴാണ് ഇവരിത് മറച്ചു വെച്ചിട്ട് ഇവരിലെ മുഖ്യധാര പണ്ഡിതന്മാര് ബൈബിളിനകത്തേക്ക് വന്ന് ബൈബിളിലെ ദാവീദിന്റെ കിടക്കറയിൽ അന്യ സ്ത്രീ, മദ്യം വിളമ്പുന്ന ക്രിസ്തു, ലോത്തും ദുർവൃത്തികളും, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഇളക്കി വിട്ട് പൊന്നെ ഇസ്ലാം വെല്ലുവിളിക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ പാഞ്ഞു നടന്നത് അനുഭവിക്ക്. പണ്ട് നമ്മുടെ പിന്നെ ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരി മരിച്ചുപോയി. എന്താ അങ്ങനെയാണ് പോയി അനുഭവിക്കാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, പുള്ളിക്കാരി അങ്ങ് മരിച്ചു പോയല്ലോ, ഞാൻ അവിടെ പേര് പറയുന്നില്ല. അങ്ങനെയാണല്ലോ, എന്നെങ്കിൽ പോയി അങ്ങ് അനുഭവിക്ക് എന്ന് പറഞ്ഞില്ലേ? ഞാൻ ആ മലപ്പുറം പേര് പറയാൻ മരിച്ചുപോയ ഒരാളല്ലേ എന്ന് പറഞ്ഞാണൊക്കെ പോയിട്ട് അനുഭവിക്കട്ടെ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ല പിന്നെ എന്ത് ചെയ്യാൻ? അപ്പം ഇത്തരത്തിലുള്ളതായ വേറെ ഒരു കാര്യം, ഈ പ്രായമുള്ള അമ്മച്ചിമാർക്ക് ഇത് ബാധകമാണോ? തീരെ പ്രായമുള്ള പർദ്ദയൊക്കെ? അല്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ ശ്രയണഭാവം ഇല്ലേ പാസ്റ്റർ? സ്ത്രീയല്ലേ അവള്. അപ്പൊ സ്ത്രീയെ സംബന്ധിച്ച് അത് പ്രായവ്യത്യാസം ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റർ കണ്ടോ, ഈ ഇവിടെ ഹജ്ജിന് പോകുന്നതായ സ്ത്രീകൾ ചെറുപ്പക്കാരികളല്ലോ, പ്രായമുള്ളവരാണല്ലോ, അവരെ കാണിക്കുന്ന പരിപാടി കണ്ടില്ലയോ? അയ്യോ, ഇവര് അർദ്ധനഗ്നതരാണ്, ഇവര് അടിവസ്ത്രം. ഇത്രയും പ്രായമുള്ള അമ്മമാരുടേതാണ് ഞങ്ങളുടെ വല്യമ്മച്ചോട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാൻ പറയാനിരിക്കുക. ഇവിടെ നിൽക്കണ്ട, എവിടെയെങ്കിലും പൊക്കോളാൻ പറയാൻ വേണ്ടിയാ. 100% പറഞ്ഞു. ഇവരുടെ കമ്മ്യൂണിറ്റി പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു
കണ്ടം വഴി ഓടിച്ചു. കാരണം വെച്ചാൽ അങ്ങനെയാണ് സംഭവം. കാരണം അവിടെ 60 കഴിഞ്ഞിട്ടുള്ളതായ സ്ത്രീകൾ, നരച്ച മുടിയുള്ളതായ സ്ത്രീകളെയാണ് ഈ പിന്നെ കാബയ്ക്ക് പരിസരത്ത് വെച്ച് ഈ ഇവന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം കാളക്കുട്ടന്മാരെ പോലെയാണ്. ഗൾഫിൽ ജോലിയുള്ള, ഞാനൊരു കാര്യം പറയാം, ഗൾഫിൽ ജോലിയുള്ള ഞങ്ങളുടെ ഒരു അയൽവാസിയാണ്, ഇവരായിരുന്നു ഒരു സഹോദരി. പുള്ളിക്കാരി ഹസ്ബൻഡ് ജോലിയാണ്, ഈ പുള്ളിക്കാരി മുസ്ലിം സഹോദരിയാണ്. ആ പുള്ളിക്കാരി ഹസ്ബൻഡിനോട് അവിടെ ചെന്നതാണ്. അപ്പൊ ഞങ്ങളുമായിട്ട് നല്ല സഹകരണമായിരുന്നു. അപ്പം എന്റെ വൈഫിനോട് അന്ന് പറഞ്ഞതാ, എന്റെ ടീച്ചറെ, പുള്ളിക്കാരി ട്യൂഷൻ വൈഫ് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്റെ ടീച്ചറെ, ഈ അറബികളുടെ നോട്ടം കാണണം, അയ്യോ നമ്മൾ ഉരുകിപ്പോകും. ഈ പ്രായം ചെന്നിട്ടുള്ള ഈ നരച്ച അറബികളുണ്ടല്ലോ ടീച്ചറെ, ഓന്റെ നോട്ടം ഒന്ന് കാണണം, നമ്മളെ അങ്ങ് ദഹിപ്പിക്കുന്ന നോട്ടമാണ്. എങ്ങനെയുണ്ട്? ഈ പറയുന്ന പുള്ളിക്കാരിക്കൊന്നും നല്ല പ്രായമുണ്ട്. അപ്പൊ ഇവര് ഈ പ്രായമൊന്നും പ്രശ്നമല്ല പാസ്റ്റേ, ഇവർക്ക് ഈ ഈർക്കിലിയിൽ ഒരു ചുമന്ന തുണി ചുറ്റിയിരിക്കുകയാണെങ്കിൽ അവരത് അഴിച്ചു നോക്കിയിട്ട് ഇത് മറ്റത് തന്നെ ആണോ നോക്കും. മറ്റതാണെങ്കിൽ ഇവർ വിടത്തില്ല. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ്. അതാണ് ഈ മതത്തിനകത്ത് ഉൾച്ചേർത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ വാദിക്കരുത്, ഈ സ്ത്രീകളെ പള്ളി കയറ്റാനായിട്ട് നമ്മൾ പറയരുത്. അത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് പറയാനുള്ളത്, ഇവര് അള്ളാഹുവിന്റെ പ്രമാണം അനുസരിച്ച് പെരക്കാത്തിരിക്കുക, സ്കൂൾ നിർത്തുക, സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി ഇവര് പെരക്കാത്തിരിക്കണം എന്ന് പഠിപ്പിക്കേണ്ടത്. പാസ്റ്റർ, ഇതല്ലേ ഈ മുഹമ്മദിനോട് ഒരു 8-9 പേര് വന്ന് ചെയ്തത് ഈ പണി തന്നെയല്ലേ? നമ്മുടെ പ്രവാചകനെ രാവിളക്കോളം വിട്ട് എന്താ പണി ചെയ്തല്ലോ, അത് ഇത് തന്നെയല്ലേ? അതെ 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 അവരുടെ ശക്തി മുഹമ്മദിലേക്ക് പ്രവഹിച്ചു എന്ന് പറയുന്നുണ്ട്. മുഹമ്മദിനെ ഒരു ഡിഗോലാഫി നടത്തി, മുഹമ്മദിനെ കഷ്ടപ്പെടുത്തിയതായ ഒരു സംഭവം. അത് ഇത് തന്നെയാണ്, സ്വർഗഭോഗമാണെന്നുള്ളവരവിടെ. ന്യൂക്ലിയസ് രണ്ട് ഇട ചേർന്നു, അങ്ങനെയാണ് പറഞ്ഞത്. അത് തന്നെ ഞാനത് വായിച്ച, ന്യൂക്ലിയസ് രണ്ട് ഇടചേർന്നു. വന്നവന്റെ മുഹമ്മദിന്റെ കൂടി ഇടചേർന്ന് അവന്റെ ശക്തി മുഹമ്മദിലേക്ക് പ്രവഹിച്ചൊഴുകി, അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നായെന്ന് പറയുന്ന ഭാഗം ഞാൻ പല പ്രാവശ്യം വായിച്ച. ഇത് അതിന്റെ, എന്നിട്ട് അതിനകത്ത് വേദം ഇത് റാഗിങ്ങിന്റെ ആദ്യ ഘടകമാണ്. പക്ഷെ അതിനെ ഇന്ന് ആരും തെറ്റിദ്ധരി റാഗിങ് ആക്കിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതായത് സ്നേഹമസൃണമായ ഒരു സ്വവർഗഭോഗമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ബലാത്കാരമല്ലെന്ന്. മനസ്സിലായോ? സാഡിസ്റ്റ് മനോഭാവമല്ല, പീഡിപ്പിച്ച് അല്ലെങ്കിൽ അവന്റെ പുറത്ത് ചെന്ന് കയറി അവൻ ഇഷ്ടപ്പെടാത്ത രീതി പ്രവർത്തിച്ചല്ല. രണ്ടുപേരും കൂടെ താല്പര്യപ്പെട്ടുള്ളതായ ഒരു ഡിങ്കോലാഭിക്ക് പ്രവാചകന്റെ ആ ചടങ്ങ് നമുക്ക് വെളിച്ചം തരുന്നു. അതുകൊണ്ട് അത് കൊള്ളാം. അല്ലാതെ റായിങ്ങിലേക്ക് പോകും. പക്ഷെ മനുഷ്യൻ റായിങ്ങിലേക്ക് വിട്ടുകളഞ്ഞതാണ് ഈ മുസ്തഫ പൈസയുടെ തഫ്സീറിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത്. അപ്പം നമ്മുടെ കാത്തലിക്സ് ബ്രദർ പറഞ്ഞത് ശരിയാണ്. ഇത് അവിടെ കിടപ്പുണ്ട്. അദ്ദേഹത്തെ പിടിച്ച്, മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഹമ്മദ് ഒരിക്കൽ തുണി ഞാൻ വായിച്ചില്ല, ഇവിടെ നിങ്ങൾ കേട്ടോ, തുണി പൊക്കി കാണിച്ചപ്പം മുഹമ്മദിന്റെ തുട വെളുത്തതാണെന്ന് കണ്ടത്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇത് വായിക്കാൻ കൊള്ളുന്ന കേസല്ല. നമ്മുടെ ഇതിനകത്ത് സഹോദരിമാര് പ്രായമുള്ളവരൊക്കെ ഇരിപ്പുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവരെ കേട്ട് കഴിഞ്ഞാൽ നാറ്റം കേസാണ്. നമുക്ക് ന്യൂക്ലിയസിന്റെ കഥയൊന്ന് വായിക്കാമോ? ആ ന്യൂക്ലിയസിന്റെ കഥയൊന്ന് വായിക്കാമോ? ഞാനത് എടുക്കട്ടെ. ഈ മലബാർ പ്രദേശത്ത്, ഞാൻ മലബാറില് വളരെ ചെറുപ്പം മുതലേ മലബാറിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു 2 വയസ്സുള്ളപ്പോൾ മുതൽ മലബാറിലാണ് ഞാൻ. ഇതിൻ്റെ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എനിക്കറിയാം ഈ രംഗത്ത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ ഈ ബാലന്മാരോടുള്ള ഇവരുടെ ആക്രാന്തം ഇവിടെ വിശ്വപ്രസിദ്ധമാണ്. കാരണം അതുപോലെയാണ് ഇവരുടെ പ്രവൃത്തികൾ. ഇവർ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മുട്ടായി കൊടുത്തും ബിരിയാണി കൊടുത്തും, ഇവിടെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ഓനക്കൊരു ബിരിയാണി കൊടുക്കും, ഞമ്മക്കൊരു കട്ടൻ ചായയും തന്നേന്ന്. ഇങ്ങനത്തെ പരിപാടികൾ ഇവിടെ മലബാറിൽ നിന്നാണ് ഇത് മുഴുവൻ നീങ്ങിയിരിക്കുന്നത്. ഓക്കെ ജാക്കോബ്. ഞാനത് വായിക്കാം. ഇത് സൂറത്ത് നജ്മാണെന്ന് തോന്നുന്നു. 53 സൂറത്ത് നജ്മ 53 53 5 അവിടെ ഒരു പരാമർശമുണ്ട്. അതിങ്ങനെയാണ്: അതിശക്തനാണ് തന്നെ പഠിപ്പിച്ചത്. ഇതാണ് ആയത്തിന്റെ ഒരു ഭാഗം. അപ്പൊ ഈ ആയത്തിന് ഞാൻ പറഞ്ഞല്ലോ, മുസ്തഫ ഫൈസി എന്ന് പറയുന്ന പണ്ഡിതന്റെ തഫ്സീറുകൾ വായിക്കാൻ പോകണം. സുന്നികളുടെ ഒരു ആധികാരിക തഫ്സീറുകാരനാണ് അദ്ദേഹം. 12 വോള്യത്തിന്റെ ഖുർആന്റെ പരിഭാഷ അദ്ദേഹം തയ്യാറാക്കുന്നുണ്ട്. അതിനകത്ത് അവസാന പരിഭാഷയിലാണ് ഇതിങ്ങനെ നടക്കുന്നത്, വോള്യത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ വായിക്കാം അതിന്റെ
ആ 53:5 അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം നബിയുടെ അടുത്ത് വന്നു. കേട്ടോണം, അദ്ദേഹം മനുഷ്യനാ, പുരുഷനാ. അവളെന്നോ മലക്കെന്നോ ദൂതരെന്നോ പറഞ്ഞതെങ്കിൽ നമുക്കതിനെ ആ രീതി വിടാറ്. പക്ഷെ ഇവിടെ പറയുന്ന പുരുഷനാണ്. അദ്ദേഹം നബിയുടെ അടുത്ത് വന്നു, കൂടുതൽ അടുത്തെത്തി, അണഞ്ഞുകൂട്ടി ആലിംഗനം ചെയ്തു. മനസ്സിലായോ? ഒരു പുരുഷനായ നബിയെ, പ്രവാചകനെ ഒന്ന് അണഞ്ഞുകൂട്ടി ആലിംഗനം ചെയ്തു. രണ്ടുപേരുടെ ന്യൂക്ലിയസുകൾ ഒന്നായ പോലെ. ഒരു വൃത്തം കൃത്യമായി 2 വില്ലായാൽ മധ്യത്തിലുള്ള ആറ്റങ്ങളുടെ മധ്യത്തിലുള്ള ന്യൂക്ലിയസിന്റെ സ്ഥാനത്താണ്. എന്ത് നല്ല സയൻസ് അടിച്ചിറക്കുന്ന നീ വ്യാഖ്യാതാവിന്റെ കണ്ടോ. അതിന് കേട്ടോ, ആലിംഗനത്തോടെ. ഇനി ആരും ഖുറാനിൽ ശാസ്ത്രമില്ലെന്ന് പറയരുത്. അതെ അതാ ഞാൻ പറഞ്ഞേ. ആലിംഗനത്തോടെ മാലാഖമാരുടെ മാസ്മരിക, മാനസിക, ശാരീരിക ശക്തി വിശേഷങ്ങൾ നബിയിലേക്ക് പ്രവഹിച്ചു. ശക്തമായ പ്രവർത്തനത്തിന് നബിയെ സജ്ജമാക്കാനായിരുന്നു ഇത് ദൈവിക റാഗിങ്ങിന്റെ ഏറ്റവും പരിശുദ്ധവും ഉയർന്നതുമായ മോഡൽ എന്ന് പറയാം. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ ഇത് ചൂഷണം ചെയ്യപ്പെട്ടു. അതേ പുസ്തകം വോള്യം പേജ് 1085 പറയുന്നത് ഇങ്ങനെയാണ്, 3 തവണ അണഞ്ഞുകൂട്ടി പിടിച്ചതോടെ നബി ഭയന്ന് വലിച്ചു. അതെ, 1, 2 അല്ല, 3 പ്രാവശ്യം നബിയെ എന്തൊക്കെയോ ഡിങ്കോലാഫി നടത്തി എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇതൊക്കെ ഇവര് വായിക്കുന്നവർക്ക് എന്താണ് ഈ പൗലോസ് പറഞ്ഞ ആണോടാണ് അവലക്ഷണം കാണിക്കുവാൻ ജാള്യത വരേണ്ട ആവശ്യം എന്തുവാ? അപകർഷത വരേണ്ട ആവശ്യം എന്തോ? അങ്ങനെ ഒരു ആസക്തി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ചികിത്സിക്കണ്ടേ? ഇപ്പൊ നമുക്കൊരു പുരുഷനെ കാണുമ്പോഴത്തേന് അത്തരത്തിലുള്ളതായ ഒരുതരം വികാരം ഉണ്ടായാൽ ഒന്നുകിൽ അവനെ തകരാറാണ്, അവനെ ചികിത്സിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പുരുഷനെ കാണുമ്പോഴത്തേന് ആസക്തി വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ. മുത്തുനബിക്ക് ഈ അനുഭവം ഉണ്ടായി. മുത്തുനബിയുടെ ന്യൂക്ലിയസ് ഇങ്ങനെ. ഒരു കാര്യം അല്ല, സാക്ഷാൽ നബിയും പേടിച്ചു പോയെങ്കിലേ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചതാണ്. ഈ നബി പോലും ഭയപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴേ നിസാര കാര്യമല്ലത്. മറ്റവനെ സമ്മതിക്കണമല്ലോ. അതാരാ കക്ഷി? ഈ കടുവയെ പിടിച്ച കിടുവയാരാ? അതുകൂടെ പറ. നബി പേടിച്ചു പോയി എന്ന് പറയുന്ന സംഭവമാണ്. വത്സ്യായനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെയല്ലോ. വത്സ്യായനെയും ഭയപ്പെടുത്താൻ കഴിയുന്ന ആളാ മുഹമ്മദ് പേടിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ അത് എന്തോ സംഭവം എന്നൂടെ പറഞ്ഞത്? കടുവയെ പിടിച്ച കിടുവ. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ മുത്തിന്റെ തുട വെളുത്തതാന്ന് പറയുന്നുണ്ട്. അതിനൊരു ശ്രദ്ധയെ കേട്ടു. അനസ് പ്രസ്താവിക്കുന്നു, കൈബർ തിരുമേനി തന്റെ തുടയിൽ നിന്ന് വസ്ത്രം മേലോട്ട് കയറ്റി, അങ്ങനെ തുടയുടെ വെളുപ്പ് ഞാൻ കണ്ടു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വരുന്നവൻ കരുത്താകാതിരിക്കുവോ? അപ്പൊ അദ്ദേഹത്തിന്റെ കരുത്ത് പുള്ളിയിൽ അങ്ങ് പ്രകടമാക്കി. അവിടെയാണ് മുഹമ്മദ് പരാജയപ്പെടുന്നത്. മനസ്സിലായത്? 3 പ്രാവശ്യം മുഹമ്മദിനെ അങ്ങനെ ഡിങ്കോലാഫി നടത്തി. ഇവർ രണ്ടുപേരൊക്കെ പിണഞ്ഞു, രണ്ടുപേരുടെ ആലിംഗനം ചെയ്തു. ഒരു ഹദീസിനകത്തുണ്ട്. ഞാൻ ആ ഹദീസ് ഞാനത് വായിച്ച് ഞാൻ 1-2 പേരോട് ഷെയർ ചെയ്തു. പക്ഷെ ഹദീസ് എന്റെ അങ്ങ് മറന്നുപോയി. ബുഖാരിയുടെ എവിടെയാ നടക്കുന്നത്, ഞാൻ കണ്ടുപിടിക്കാം. ഇവരുടെ തങ്ങളിലെ തൊട തങ്ങളിലെ അമർന്നു. അദ്ദേഹത്തിന്റെ തൊട മുഹമ്മദ് താങ്ങാൻ കഴിയാഞ്ഞു ഇരുന്നു എന്ന് പറഞ്ഞൊരു പരാമർശം ഉള്ളത് നടപ്പുണ്ട്. ഞാൻ തപ്പിയെടുക്കാം. വേണ്ട, അതറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാം, പലർക്കും അറിയാം. ഇവിടെ നമ്മുടെ അസ്രലിനൊക്കെ അതറിയാം. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ എന്താണ് അവിടെ നടന്നത് മനസ്സിലായി. അപ്പൊ ഇതുകൊണ്ടാണ് ഇവർക്ക് ഈ കുട്ടികളോടൊക്കെ ആസക്തി ഉണ്ടാകുന്നത്. പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ, ഈ വയസ്സുള്ള കൊച്ചിനെ സദസ്സിലേക്ക് കൊണ്ടുവരാതെ പിശാചിന്റെ കൂടെയാണ്. ചിലപ്പോ എനിക്ക് ചിലപ്പോ ആക്രാന്തം കയറി എന്റെ കുരു പൊട്ടി വീഴുന്നൊക്കെ പറയുമ്പോൾ ഇതാണ് രംഗം. അപ്പൊ ഇതിൽ നിന്ന് ഇവരെ മുക്തരാക്കുന്നത് നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഇവരുടെ കൃതി. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ട് ഇത് ഈ ലോക സമൂഹത്തിന് മാരകമായ ആപത്ത് വരുന്ന ഒരു പ്രത്യയശാസ്ത്രമാണെന്നും ഇത് മനുഷ്യന്റെ ഇടയിൽ സാൻമാർഗിക ബോധം നഷ്ടപ്പെട്ട് മനുഷ്യനെ ഹീന സംസ്കാരത്തിൽ തളച്ചിടുന്ന ഒരു ഐഡിയോളജി ആണെന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് മാർഗം ഉണ്ടെന്നും ഈ ഹോമോസെക്സ്വാലിറ്റിയെ മുഹമ്മദിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിൾ നഖശിഖാന്ത് എതിർത്തെന്നും ശാസിച്ചെന്നും അത്തരം പണി ചെയ്യുന്നവരെ ശിക്ഷിക്കുമെന്നുള്ള കാര്യം ഇവരെ ബോധവൽക്കരിച്ച് സ്ത്രീ പുരുഷ സംസർഗത്തിലൂടെയാണ് തൃപ്തി ഉണ്ടാകുന്നതെന്നും അതാണ് ആവശ്യമെന്നും മറ്റുള്ളതെല്ലാം തന്നെ മ്ലേച്ഛമാണെന്നും ഒക്കെ പഠിപ്പിച്ച് ക്രിസ്തുവിന്റെ രക്ഷ, ക്രിസ്തുവിനെ ഇവരുടെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ കർത്തവ്യം. ഓക്കെ. വളരെ നന്ദി പാസ്റ്ററെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു അനിൽ പാസ്റ്ററും സഹ പാസ്റ്ററും എടുത്തത്.
അല്ല ഇപ്പൊ എനിക്ക് നമ്മ ഈ ഒരു കാര്യത്തിൽ പുതിയ നന്ദി പറയട്ടെ എന്നോട്. ഞാനിത് വല്ല അറപ്പും വെറുപ്പോടും കൂടിയൊക്കെ ഇത് വായിച്ചത്. കാരണം ഇവിടെ കുറെ എന്റെ ഞാൻ വായിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കുടുംബമൊക്കെ ഉള്ളവർത്താ പറഞ്ഞ. പക്ഷെ അവിടെ നിന്ന് ഇത് വായിക്കാനൊക്കെ ഒന്നും നോക്കത്തില്ല. നമ്മുടെ രീതി അതാണ്. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ നന്ദി വേണ്ടെന്ന് എന്റെ അഭിപ്രായം. എന്തായാലും നമ്മുടെ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കണമല്ലോ. മാത്രമല്ല നമ്മുടെ ഇസ്ലാമിക സഹോദരിമാരും ബാലന്മാരൊക്കെ ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമല്ലേ? കാരണം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇന്നതാണ് ഉള്ളതെന്ന് അവർക്ക് പോലും അറിയത്തില്ല, അവരെ പഠിപ്പിക്കുന്നില്ല. ആകെ അമ്മയുടെ പാദപീഠത്തിലാണ് സ്വർഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഉമ്മയുടെ പാദപീഠത്തിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ഉമ്മയെ അത്രയധികം സ്നേഹിക്കുന്നു എന്നാണ് കുഞ്ഞുങ്ങൾ കേൾക്കുമ്പം പഠിച്ചു വളർന്നു വരുന്നത്. പിന്നല്ലേ അറിയുന്നത് നമ്മുടെ ഉസ്താദന്മാരുടെ അടുത്ത് ഇപ്പൊ ബാലന്മാര് പോലും പർദ്ദയിട്ട് പോയാൽ തീർന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാലപീഠ എന്ന് പറഞ്ഞിട്ടൊന്ന് അല്ല ഉസ്താദൊന്ന് അടിച്ചാൽ മതി ഗൂഗിളില്. ഇപ്പൊ നിരനിരയായി വരുന്നത് കാണാം. ഇനി അവരത് മാറ്റുമെന്ന് അറിയത്തില്ല. ഈ സമയം വരെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ നല്ലൊരു ക്ലാസ് ആണ്. അടുത്തൊരു നല്ല ഒരു ടോപ്പിക്കും കൂടെ എനിക്ക് കിട്ടി. പഠിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടിട്ടാ. ഈ ഇസ്ലാമിക ബാലന്മാർ അല്ലെങ്കിൽ മറ്റുള്ള ബാലന്മാരെല്ലാം ഈ പർദ്ദയിട്ട് നടക്കേണ്ടി വരുമോ? എങ്ങനെയാണ് ഇസ്ലാമിലെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതൊക്കെ പഠിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. വളരെ നന്ദി കേട്ടോ ചാക്കോ പാസ്റ്റർ, അനിൽ പാസ്റ്ററെ. വീണ്ടും നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. സ്ത്രീകളെ